ിരിക്കുന്ന സ്വർഗത്തിന്റെ തോട്ടവാ. ഭൗതിക ലോകത്തെ ഹറാമത്താനും തന്റെ മക്കളും കഴിക്കാതിരുന്നപ്പോ ദുനിയാവിന്റെ ഭൗതിക ലോകത്തിന്റെ സുഖരസങ്ങളെ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ മനസ്സ് വെച്ചപ്പോ വൽ ആഖിബത്തുൽ മുത്തഖീൻ, ആ ഖുർആൻ പറഞ്ഞ സമ്മാനം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു പോയെങ്കിൽ ആ വഴിയിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഇന്ന് പുറത്തിറങ്ങുന്ന പ്രിയപ്പെട്ട മക്കൾ പഴയകാലത്ത് ഈ ഉസ്താദുമാര് പഠിച്ചിരുന്ന സമയത്ത് കിതാബ് മാത്രം പഠിച്ച് പുറത്തിറങ്ങുന്നവരല്ല, ബഹുഭാഷാ പാണ്ഡിത്യത്തിന്റെ നിറകുടങ്ങളായി മാറുകയാണ്. ഏത് വേദിയിലും ഏത് സ്റ്റേജിലും പ്രഭാഷണം നടത്താൻ കഴിവുള്ള മക്കളായിട്ടാണ് പ്രിയപ്പെട്ട മക്കൾ ഇന്ന് സമസ്തയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത്. അതുകൊണ്ട് അഭിമാനിക്കാം. ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ന് പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ അവരുടെ മക്കളെ ആലിമാക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ, ഹാഫിളാക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ, ഹാഫിളാക്കണമെന്നതിൻ്റെ പിന്നിൽ ചില ഉമ്മമാർക്ക് ചുളിവിലൂടെ സ്വർഗം കിട്ടണമെന്നുള്ളൊരു കൊതിയാണ്. അത് നടക്കൂല. അത് ഉസ്താദന്മാരിങ്ങനെ ഹിഫ്ളിന്റെ മഹത്വം പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ ഒരു കുട്ടി ഹാഫിളായാൽ 70 വരെ സ്വർഗത്തിൽ കൊണ്ടുപോകും. എന്തായാലും അതിൽ ആദ്യം എൻ്റെ ഉമ്മയെ പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉപ്പായം പിടിക്കും. 70 ആദ്യത്തെ 2 നമ്മൾ രണ്ടുപേരും തന്നെ ആയിരിക്കും. അതുകൊണ്ട് ജനിച്ച ഉടനെ എൻ്റെ മോനെ ഞാൻ ഹാഫിളാക്കുമെന്ന് ഉമ്മ അങ്ങ് നിയ്യത്ത് ചെയ്തു. അപ്പോഴും ഉമ്മയുടെ കയ്യിൽ റിമോട്ട് കയ്യിലുണ്ടാവും. ജനിച്ച ഉടനെ വാപ്പയും നിയ്യത്ത് ചെയ്യും, ആലിമ ഹാഫിളാക്കുമെന്ന് നിയ്യത്ത് ചെയ്യും. കാരണം ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ടാക്കി കുറച്ച് പൈസയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നാണ് ഈ ഉമ്മ കരുതി വെച്ചിരിക്കുന്നത്. ഉമ്മായും ഉപ്പായും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോഴാണ് ഇവിടെ സ്വർഗം ഉണ്ടാകുന്നത്. ഈ പൊന്നുമോൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ തഹജ്ജുദ് നിസ്കരിച്ച് ആ പൊന്നുമോൻ ദുആ ചെയ്യുമ്പോ അകലങ്ങളിൽ വീടിന്റെ അകത്തിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ ആ മകന്റെ ഹൃദയത്തിലേക്ക് ഖുർആൻ ഇറങ്ങാൻ ദുആ ചെയ്യണം. ഞാൻ ഇന്ന് ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, വേങ്ങരയിൽ നിന്ന് വളരെ അടുത്തല്ലേ പാണക്കാട്. എൻ്റെ 2 മക്കൾ പഠിക്കുന്നത് പാണക്കാട് സ്ട്രൈറ്റ് ബാത്ത് സ്കൂളിലാണ്. ഹിഫ്ളും സ്കൂളൊക്കെ ഒരുമിച്ച്. അപ്പോൾ വേങ്ങരയിൽ നിന്ന് വളരെ അടുത്തല്ലേ പാണക്കാട്. അങ്ങനെ പാണക്കാട് ചെല്ലാമെന്ന് പറഞ്ഞു. 6 മണിക്ക് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ ഇത് നേരത്തെ തീരുമെന്ന് കരുതിയിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അതിപ്പോൾ വിളിച്ച് മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മക്കളെ ചെന്ന് കാണുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാവും. ചെറിയ പ്രായത്തിൽ ഉമ്മയെ ഉപ്പയും വിട്ടു നിൽക്കുന്നവരല്ലേ. യതീമീങ്ങളായ മക്കളുണ്ടാകും, യതീമീങ്ങളല്ലാത്ത മക്കളുണ്ടാകും. ഉപ്പയെ വിട്ടു നിൽക്കുന്ന സങ്കടം, ഉമ്മയിൽ നിന്ന് മാറി നിൽക്കുന്ന നൊമ്പരം ഏറെ അനുഭവിക്കുന്നവരല്ലേ നിങ്ങളൊക്കെ. ആദ്യം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക